കുഞ്ഞിനി ഇവിടെ താമസിക്കണ്ട. കുഞ്ഞിറങ്ങ്. നന്ദമ്മ വരുന്നവരെ എന്റെ വീട്ടിൽ താമസിക്കാം. ഭാർഗവി എന്താ ഈ പറയുന്നേ? പിന്നല്ലാതെ കുഞ്ഞിന്റെ വിഷമം ഇവിടെ ആർക്കും കാണണ്ട. കുഞ്ഞു പറയുന്നതിന് ആരും ചെവിയും തരുന്നില്ല. MLA മുൻ MLA ഒക്കെ ഉണ്ടായിട്ടും നന്ദമ്മോനെ കുറിച്ച് ആർക്കും ഒരു വിവരം അറിയാൻ പറ്റിയില്ലല്ലോ. കുഞ്ഞിങ്ങനെ വിഷമിച്ച് ഈ വീട്ടിൽ കഴിയണ്ട. വരാൻ ദിവസം അവിടെ വന്ന് നിൽക്കാം. അതൊന്നും വേണ്ട ഭാർഗവി, ശരിയാവില്ല. കുഞ്ഞങ്ങോട്ട് വരുന്നത് മുരളിക്കും ഗൗരിക്കും വലിയ സന്തോഷാവും. ഇനി സിദ്ധാർത്ഥ സാറിന് ദേവിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെന്നോട് ചോദിക്കട്ടെ, ഞാൻ പറയാം. നീ എന്നെ അങ്ങോട്ട് വിളിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ഞാൻ എങ്ങോട്ടുമില്ല. മറ്റൊന്നും കൊണ്ടുമല്ല, നന്ദൻ വരുന്നത് എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. അവൻ വന്ന ആദ്യം തിരക്കുന്നത് എന്നെയാവും. ഞാനിവിടെ വേണം. നന്ദമോൻ ഇന്ന് വരും നാളെ വരും എന്നും പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി കുഞ്ഞെ. എനിക്കറിയാം പുറമെ വിഷമമൊന്നും കാണിക്കാതെ കുഞ്ഞിന്റെ മനസ്സ് കരയാണെന്ന്. ഈ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഓരോന്ന് ആലോചിച്ചിരിക്കാതെ ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതല്ലേ? നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ എത്ര നിർബന്ധിച്ചാലും എനിക്കിവിടുന്ന് വരാൻ പറ്റില്ല ഭാർഗവി. മറ്റൊന്നുകൊണ്ടുമല്ല, ഇവിടെ ഇരിക്കുമ്പോ അടുത്തെന്റെ നന്ദനുള്ളതുപോലെ എനിക്ക് തോന്നും. നിനക്കറിയൂ, ഇന്നലെ രാത്രി അവനുള്ള ഭക്ഷണവുമായിട്ട് മുകളിലത്തെ അവന്റെ മുറിയിൽ പോയി. അവിടെ ചെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴാ ഓർത്തത് അവനിവിടെ ഇല്ലല്ലോ ഒന്ന്. സത്യമായിട്ടും ഭാർഗവി, ഇപ്പോ അവനിവിടെ ഉണ്ടെന്ന് ഞാനങ്ങ് സങ്കല്പിക്കും. അവന്റെ പേരെടുത്ത് വിളിക്കും, അവനോട് കാര്യങ്ങൾ ചോദിക്കും. അപ്പോ മനസ്സിനൊരു സമാധാനം കിട്ടും. എന്നാലും കുഞ്ഞിന് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ. പുറത്തു നിന്ന് കാണുന്നവര് കരുതും പ്രഭാവതിക്ക് എത്ര സന്തോഷമുള്ള കുടുംബജീവിതമാണെന്ന്. ഭർത്താവ് വലിയ രാഷ്ട്രീയ നേതാവ്, മകൾക്ക് നല്ലൊരാളെ ഭർത്താവായിട്ട് കിട്ടി. മകൻ ബിസിനസ്സുകാരൻ. പക്ഷെ ഞാനിവിടെ കണ്ണീർ കടലിന്റെ നടുവിലാണെന്ന് ആരെങ്കിലും വിശ്വസിക്കൂ? കുഞ്ഞ് വിഷമിക്കാതെ, എല്ലാം ശരിയാകും. ആര് പറഞ്ഞു? ഒന്നും ശരിയാവാൻ പോകുന്നില്ല. ഇനിയും ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഭാർഗവി. ജീവിതം ഏതു വഴിയിലൊക്കെ കൂടെയാണ് പോകാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എങ്ങോട്ടെങ്കിലും പോട്ടെ. എന്തായാലും എന്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ടതിൽ കൂടുതലായിട്ട് ഒന്നും വരാനില്ലല്ലോ.